guys. Over your skin you can see it beat, intoxicating your energy. ഹായ് ഗൈസ്, ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്. അതായത് ഞാൻ പോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ്. കാരണം ഞാൻ ഇതിനു മുമ്പേ 2 വീഡിയോ എടുത്തായിരുന്നു. പക്ഷേ അത് കുറച്ച് എഡിറ്റിംഗ് അതായത് ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ സേവ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഫോണിലുള്ള വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ ഇതിൽ സേവ്ഡ് അല്ലായിരുന്നു. അങ്ങനെ ഫുൾ വീഡിയോസും ഡിലീറ്റ് ആയിപ്പോയി. അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ കുക്കിംഗ് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുക്കിംഗ് വീഡിയോസ് ഞാൻ എടുത്തതിൽ കുറച്ച് ഇഷ്യൂ കാരണം എനിക്കത് പോസ്റ്റ് ചെയ്യാനൊന്നും കൊള്ളത്തില്ലായിരുന്നു അത്ര. പക്ഷേ ഇത് ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഞാനിപ്പം വീഡിയോയുടെ വൃത്തിയും ബാക്ക്ഗ്രൗണ്ടിൻ്റെ വൃത്തിയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന എനിക്ക് ഒരു കാലത്തും നടക്കത്തില്ല. അപ്പം കുറച്ചായിട്ട് ശരിയാക്കിക്കൊണ്ട് വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്ന പോലും ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം എന്തായാലും ഇനിയല്ലേ ശരിയാക്കിക്കൊണ്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പം ആദ്യത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, ഞാൻ നാളെ തിരുവനന്തപുരത്ത് പോകുന്നുണ്ട്. എൻ്റെ പ്രോജക്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് പ്രോജക്റ്റ് ചെയ്യണം. അപ്പം അതിൻ്റെ ക്ലാസ് നമുക്ക് സ്വന്തമായിട്ടും ചെയ്യാം, എവിടെയെങ്കിലും കൊടുത്തും ചെയ്യാം. ഒരു പ്രോജക്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. നമ്മൾ സ്വന്തമായിട്ട് പ്രോജക്റ്റ് ചെയ്യണം. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സത്യത്തെ അറിയത്തില്ല. അതുകൊണ്ട് അവിടെ പോയി പഠിക്കുകയാണ് ചെയ്യുന്നത്. അവർ പഠിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതാണ് സംഭവം. അങ്ങനെ അതിന് വേണ്ടി ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടാണ് പോകുന്നത്. അപ്പം നാളെ അതായിരിക്കും ഒരു കുഞ്ഞു വീഡിയോ. പോരാത്തതിന് ഞാൻ എൻ്റെ ഫ്രണ്ടിന് കുഞ്ഞ് കുറച്ച് ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. അത് കൊടുക്കും. ഞാൻ ഗിഫ്റ്റ് റാപ്പ് ചെയ്തൊന്നും അല്ല കൊടുക്കുന്നത്. അങ്ങനെ ഗിഫ്റ്റ് അല്ല, ജസ്റ്റ് അവൾക്ക് അറിയത്തില്ല ഞാൻ അങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന്. അത് ഒന്ന് കൈ കൊടുക്കുന്ന അവൾ കാണുമ്പോഴുള്ള സന്തോഷം കാണുമ്പോൾ ഉള്ള എക്സൈറ്റ്മെൻറ്റും ഒക്കെ അതിൽ അങ്ങനെ എക്സൈറ്റഡായി ഞാൻ ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ അവൾക്ക് അങ്ങനെ സാധാരണ ഞാൻ 1-2 സാധനങ്ങളൊന്നും മേടിച്ചു കൊടുക്കാമെന്നല്ലാതെ, എന്ന് വെച്ചാൽ നമുക്ക് ഈ കുഞ്ഞു കാര്യങ്ങളായിരിക്കും സന്തോഷം എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് വലിയ ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുത്താൽ സന്തോഷം തന്നെയാണ്. പക്ഷേ എന്നാലും കുഞ്ഞു ഗിഫ്റ്റ് കാണുമ്പോഴും സന്തോഷം തന്നെയാണ്. ഇപ്പം നമുക്ക് കുഞ്ഞു ഗിഫ്റ്റായിരിക്കും കൂടുതലും സന്തോഷം. ഇപ്പോൾ വലിയ വാച്ചൊക്കെ മേടിച്ചെന്നാൽ സന്തോഷമാണ്. പക്ഷേ കുഞ്ഞു ഗിഫ്റ്റും സന്തോഷമാണ്. രണ്ടും സെയിം സന്തോഷമാണ് തരുന്നത്. അപ്പം എൻ്റെ ഇപ്പം എന്തായാലും വലിയ ഗിഫ്റ്റൊന്നും മേടിക്കാനുള്ള പൈസയൊന്നുമില്ല. അപ്പോൾ ഇപ്പം എനിക്ക് ആ കടയിൽ ഇങ്ങനെ കയറിയപ്പോഴത്തേക്കും തോന്നി അവൾക്ക് ഇതൊക്കെ മേടിച്ചു കൊടുക്കാം എന്ന് തോന്നി. ഞാൻ പെട്ടെന്ന് മേടിച്ച സാധനമാണ്. അപ്പോൾ ഞാൻ അത് കൊടുക്കുന്നതും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും. ഞാൻ സാധനം കൊടുക്കുന്ന എന്തൊക്കെയാണെന്ന് ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം അതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇഷ്ടമുള്ളവർ തുടർന്ന് കാണുക. ബൈ, നമുക്ക് നാളെ കാണാം. പിന്നെ നാളെ എനിക്ക് രാവിലെ പോകുമ്പോഴത്തേക്ക് ഇൻട്രൊഡക്ഷൻ ഒന്നും ഇടാൻ പറ്റത്തില്ല. കാരണം ലേറ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. രാവിലെ 9 മണിക്ക് പോകണം, 10 മണിക്ക് എത്തണം. എന്തായാലും 8 മണിക്ക് ഇറങ്ങണം. 9 മണിക്ക് സാധാരണ ഞാൻ 1 മണിക്കൂർ ഗ്യാപ്പിലാണ് പോകുന്നത്. പക്ഷേ 8 മണിക്കെങ്കിലും ഇറങ്ങിയാൽ കറക്റ്റ് എനിക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഞാൻ ചേച്ചിയിലൂടെ ആയിരിക്കും പോകുന്നത്. ബസ്സിലെത്തിയിട്ടായിരിക്കും ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുന്നത്. ബസ്സിൽ എത്തിയിട്ടായിരിക്കും, അതായത് കിളിമാനൂരിൽ നിന്ന് തിരുവനന്തപുരം. ഓക്കെ, ബൈ, സീ യു. ഇതാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കണം എന്ന് പറഞ്ഞ ക്ലിപ്സും കുറച്ച് സാധനങ്ങൾ എല്ലാം കൂടെ ഒരു ക്യൂട്ട് കളക്ഷൻ. രാവിലെ ഒരു 7:30 എണീറ്റ് കുളിച്ച് റെഡിയായി നേരെ ചേച്ചിയുടെ കിളിമാനൂർ ഇറങ്ങി ട്രിവാൻഡ്രം ബസ്സിൽ കയറി പാളയത്തിറങ്ങി. പാളയത്തുനിന്ന് കിഴക്കേക്കോട്ട ബസ്സിൽ ആയുർവേദ കോളേജിൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്ത് 5 മിനിറ്റ് നിന്നു. സോ ഗൈസ്, നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞാനിവിടെ ആയുർവേദ കോളേജിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി. എന്നിട്ട് ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവരിപ്പോൾ വരും. ഇനി അത് കാണാം. എനിക്കവർ വരുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവരാണെങ്കിൽ താഴെ ഇറങ്ങിയിട്ട് നടന്നു വരായിരുന്നു. അങ്ങനെ ഞാൻ അവരെ കണ്ടപ്പോൾ പിന്നെ ആ കാര്യമൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ട് നിന്ന്. ഒരു 2 മിനിറ്റ് ഇങ്ങോട്ട് നടന്നപ്പോഴത്തേക്കും നമുക്ക് ഈ ഇലയപ്പമൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന കടയുണ്ട്. അവിടെ നിന്ന് നല്ല ചൂട് മോദകം മേടിച്ച് കഴിച്ചു. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ഒരു
ഉഴുന്നുവടയും മേടിച്ചായിരുന്നു. ദേവി റോയ്ക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞതായി കണ്ടോ, ദേവി റോയ് മുഖം മറച്ചിട്ട് നടക്കും. കണ്ടപ്പം തന്നെ ഞാൻ അവൾക്ക് ഇന്നലെ മേടിച്ചതൊക്കെ എടുത്ത് കൊടുത്തു. കാരണം എനിക്ക് അവളെ എക്സൈറ്റ്മെൻറ്റ് കാണാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു. പക്ഷേ അവൾക്ക് കൊടുത്തപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ലായിരുന്നു. പിന്നെയാണ് പുള്ളിക്കാരത്തി പറയുന്നത് എന്തോന്ന് ഞാൻ വിചാരിച്ച് നീ എനിക്ക് ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നിട്ട് തിരിച്ചു മേടിക്കുമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് അതുകൊണ്ടാണല്ലേ. പിന്നെ ഞാൻ കൊടുത്തതാണെന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നമ്മൾ ട്രിനിറ്റി എത്തി. പിന്നെ ഷൂസൊക്കെ അവിടെ ഇടണം, റാക്കിലെടുത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിൽ പോയി അവിടെ ഇരുന്നിട്ടാണ് പഠിക്കാനുള്ളത്. അങ്ങനെ അതിൻ്റെ കലാപരിപാടിയിലൊക്കെ ആയിരുന്നു. പിന്നെ ഇത് മറന്നുപോയി. പിന്നെ അവിടെ ചെന്നിരുന്നതിന് ശേഷമാണ് എടുത്ത് നോക്കുന്നതൊക്കെ. അപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കരമായിട്ട് ചിരിച്ചൊക്കെയാണ് നോക്കിയത്, ഓരോന്നും ഇഷ്ടപ്പെട്ട്. പിന്നെ ഞാൻ എന്തുകൊണ്ടൊക്കെയാണ് ഇതൊക്കെ മേടിച്ചതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സന്തോഷമായി. അങ്ങനെ ഓരോന്നെടുത്ത് നോക്കുന്നുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു വീഡിയോ കിട്ടിയില്ല. പിന്നെ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയായിട്ട് പഠിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടിയായിട്ട് ഒരു 3 hours ഉണ്ടായിരുന്നു ക്ലാസ്. പിന്നെ ഇതാണ് അവിടെ ഇങ്ങനെ കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്. കാരണം മിക്ക കുട്ടികളും കോഡിങ്ങൊക്കെ പഠിക്കാനായിട്ട് വരുന്നതാണ്. പല ഫീൽഡ്സും പഠിപ്പിക്കുന്നുണ്ട് അവിടെ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കിച്ചൺ തലശ്ശേരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ, ട്രിനിറ്റിയുടെ ഓപ്പോസിറ്റ് തന്നെ ഒരു ബേക്കറി അല്ല, ബേക്കറി പ്ലസ് ഒരു ഹോട്ടൽ ടൈപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ലക്ഷ്മിയും അശ്വിനിയും പൊറോട്ടയും പിന്നെ ചിക്കൻ കറിയും മേടിച്ച് നമ്മൾ രണ്ടുപേരും നെയ്മീൻ ബിരിയാണി മേടിച്ച് കഴിച്ചു. നല്ല സ്വാദുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഒന്നുപോലും വേസ്റ്റ് ചെയ്യാതെ കംപ്ലീറ്റ് ചെയ്തു. കുറച്ച് അച്ചാർ മാത്രമാണ് ഞാൻ വേസ്റ്റ് ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. വയറൊക്കെ നിറഞ്ഞ് ഇനി എങ്ങനെ നടക്കും എന്ന് പറഞ്ഞു. പിന്നെ ഞാനും ദേവി ഒരു വീഡിയോയൊക്കെ എടുത്തായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തേക്കാണ്. ഹായ് പറ ദേവി. ഹലോ. ഇനി നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? തമ്പാനൂർ ബസ് സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് വണ്ടി കയറി നമ്മൾ വീട്ടിൽ പോകും. ഭയങ്കര ചൂട് ബസ്. ദേവി, എങ്ങനെയുണ്ട് സാധനങ്ങൾ ഞാൻ മേടിച്ചു തന്ന? ഞാൻ ആദ്യം കരുതിയത് വീഡിയോ എടുക്കാൻ വേണ്ടി വാങ്ങിച്ചു തന്നിട്ട് വീഡിയോ ഓഫാക്കുമ്പോൾ വാങ്ങുമെന്ന്. പക്ഷെ സർപ്രൈസ് ആണെന്ന് അവിടെ ചെന്ന് ഇരുന്നിട്ടാണ് അറിഞ്ഞത്. അപ്പൊ അത് കണ്ടപ്പോ എങ്ങനെ തോന്നി? സംഭവമൊക്കെ കൊള്ളാം. ഇത്തിരി ഞാൻ വീണ്ടും കൊച്ചായ പോലെയൊക്കെ ഫീലായി. അപ്പം ഞാൻ ആ ചെറിയുടെ കീച്ചെയിൻ മേടിച്ച് തന്നപ്പോഴത്തേക്ക് നിനക്ക് എന്തോന്നാണ് തോന്നിയ? അതിലൊരു മെമ്മറി ഉണ്ട്, നിനക്കറിയാമോ അതെന്തിനാണെന്ന്? ടോം ആൻഡ് ജെറി. ഒരു സമയം നിന്നെ ഞാൻ സേവ് ചെയ്തിരുന്ന ടോമനായിട്ടായിരുന്നു. അത് ഓർത്താണ് ഞാൻ മേടിച്ച. കണ്ട ഗൈസ്, എനിക്ക് മാത്രമേ സ്നേഹങ്ങളൊക്കെ ഉള്ളൂ. ഇവിടെ ആർക്കും എന്നോട് സ്നേഹമില്ല. അത് ഞാൻ മറന്നു കേട്ടാ. ശരിയാണ്, അതിന് ടോമെന്നാണ്. എന്നാ പിന്നെ ടോം കൂടെ എനിക്ക് വാങ്ങിച്ചുവിടായിരുന്നു. അതവിടെ ഉണ്ടെങ്കിലല്ലേ മേടിക്കാക്കുള്ളൂ. അതില്ലേ കുറെ ചെറിയതോടെ ഇങ്ങനെ തൂങ്ങുണ്ടായിരുന്നു. ലക്ഷ്മിയിലെ ടോം ഉണ്ടല്ലോ, അത് മേടിച്ചപ്പോഴും നീ പറഞ്ഞായിരുന്നു ആ ചെറിയുടെ കാര്യമൊക്കെ. ഞാൻ പറഞ്ഞിരുന്നു. ഇല്ല പറഞ്ഞായിരുന്നാണ് എൻ്റെ ഒരു കാരണം ഇപ്പോഴാണ് ഓർക്കുന്നത്. പിന്നെ ഞാൻ നിനക്ക് മോതിരം മേടിച്ചെന്ന് എന്തിനാണെന്ന് അറിയാമോ? ഇവിടുത്തെ ഒരു 100 രൂപ ചില്ലറ വയ്ക്കട്ടാ. ഗൈസ്, ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മൾ കടി മേടിച്ച കട. രാവിലെ കടി മേടിച്ചായിരുന്നു. എന്തിനാണ് പറയാൻ? ഗൈസ്, ഇതാണ് ആയുർവേദ കോളേജ്. എല്ലാരും കണ്ടോ? എന്റെ ഈ വോയിസ് ഞാൻ എന്തായാലും ഇത്ര അഹങ്കാരിയാണെന്ന് ചോദിച്ചില്ലല്ലോ. ഓക്കെ, ഇനി നമ്മൾ ചോദിക്കാൻ വന്ന ചോദ്യങ്ങളുടെ ബാക്കി. ഞാൻ എന്തുകൊണ്ടാണ് നിനക്ക് റിങ് തന്നേന്ന് അറിയാമോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. അതുകൊണ്ടല്ല, പക്ഷേ ഞാൻ ആ റിങ് നമ്മൾ +2 വാങ്ങിച്ചു. ഏതാണ്? ആ മാതിരി കുറെ ഇങ്ങനെ ഉള്ളത്. +2 മേടിച്ച് അന്ന് നീ സൂക്ഷിച്ചില്ലേ? അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിനക്ക് റിങ് മേടിച്ചത്. അപ്പൊ ഇനി ഇത് അല്ലെങ്കിൽ ഇതാണ് മറ്റേ റിങ് നിന്റെ കയ്യിലുണ്ടോ? അത് ബാഗിൻ്റെ അകത്തോട്ട് ഗൈസ്. അയ്യോ, ഇടയ്ക്ക് ഒരു ഡിസ്ട്രാക്ഷൻ വന്നു. നമുക്ക് കുറച്ച് ചില്ലറ മേടിക്കാനുണ്ടായിരുന്നു ബസ്സിൽ പോകാനായിട്ട്. അങ്ങനെ പോയതാണ്. അതെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ആ മോതിരത്തിൻ്റെ കാര്യമാണ്. ഇപ്പോൾ നമുക്ക് മുട്ടായി കിട്ടി. മുട്ടായി ഡയറി മിൽക്കിൻ്റെ ലോലിപോപ്പ്.
ലക്ഷ്മി വിളിച്ചത് ഗൈസ്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹെഡ്സെറ്റ് കുത്തി. അതിന് ഐഡിയ തന്നത് നാടൻ നോക്കിയാണ് ഐഡിയ തന്നെൻ്റെ. ഓക്കെ ഗൈസ്, ഞാൻ ഇതുവരേക്കും വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടില്ല. അതിന് മുമ്പേ എന്നെ ഒരു ലക്ഷപ്രഭുവാക്കി എൻ്റെ ഫ്രണ്ട്സ്. കുറേ ബസ്സൊക്കെ കാണുന്നുണ്ട് ഗൈസ്. നമ്മൾ എത്തി എന്നാണ് തോന്നുന്നത്. നടന്ന് ക്ഷീണിച്ചു. അതിനു വേണ്ടിയൊന്നും നടന്നില്ല, എന്നാലും നമ്മൾ ക്ഷീണിച്ച്. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് നല്ലപോലെ ക്ഷീണിച്ചു. നമ്മൾ കഴിച്ചതെല്ലാം തേച്ചല്ലേ, ഭയങ്കര ഒരു ഹെവി ഫീലുണ്ടായിരുന്നു, അതെല്ലാം പോയി. ഇപ്പം ദേഹമൊക്കെ നല്ല ചുട്ട ഫീലായി. നല്ല വെയിൽ ഗൈസ്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുവാണ്. ഇതുവരെയ്ക്കും എത്തിയില്ല. ഒരു 10-15 മിനിറ്റായി നടക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ല തിരക്കൊക്കെ ഉണ്ട്, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ അങ്ങനെ നടക്കാറില്ല. ഇപ്പോൾ പോയി ഈ റെഡ് ബസ്സിലാണ് വരാറ്. എത്തി ഗൈസ്, എത്തി. അതെ, ഇന്ത്യൻ കോഫി ഹൗസ്. ഇവിടെ നിന്നാണ് നമ്മൾ മസാല ദോശ കഴിക്കാറ്. ലോങ് ട്രിപ്പൊക്കെ പോയിട്ട് വന്നിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് മസാല ദോശ കഴിക്കും. KSRTC ബസ് സ്റ്റാൻഡ് എത്തി. അതുകൊണ്ടാണ് നല്ല തിരക്കുണ്ട്. ഓട്ടോകളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് കയറിയിട്ട് കാണിച്ചു തരാം. ബസ് സ്റ്റാൻഡ് എങ്ങനെയാണ്, തമ്പാനൂർ ബസ് സ്റ്റാൻഡ് എന്ന്. ഓക്കെ ഫൈൻ. ഇതാണ് ഫ്രണ്ട് വ്യൂ. നമ്മുടെ സ്റ്റാൻഡെത്തി. സക്സസ്ഫുള്ളി മിഷൻ അക്കംപ്ലിഷ്ഡ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ നിന്നാണ് ഷവർമ കഴിച്ചത്. ഐ ലവ് ട്രിവാൻഡ്രം എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് മൊത്തത്തിൽ എടുക്കാൻ പറ്റുന്നില്ല. വലിയ ഫ്ലെക്സൊക്കെ ഉണ്ട്. ഇത്രയുള്ള ബസ് സ്റ്റാൻഡിന് ബസ് കയറി തിരിച്ചു പോകണം. അപ്പോൾ നമ്മൾ നമ്മുടെ മിനി ലുലുമോൾ എത്തി. ദേവി ഇതിനെ മിനി ലുലുമോൾ എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നെ അതിനകത്തുനിന്ന് കുറച്ച് സൈഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ബസ് ഇങ്ങനെ കിടക്കുന്ന സ്ഥലം കാണാം. അവിടെ ഇങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ 1, 2, 3 എന്നിട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ വെയിലടിക്കുമ്പോഴാണ് വെള്ള കളറാണ്. ബസ് വന്നില്ല ഗൈസ്. ഞാൻ വിചാരിച്ചു ഞാൻ ആറ്റിങ്ങ പോയിട്ട് പോവാം. ഇവരൊക്കെ ആറ്റിങ്ങ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരോട് പോവാം ഫോർ എ ചേഞ്ച്. എനിക്ക് ദൂരം കൂടുതലും എക്സ്പെൻസ് കൂടുതലും ഒക്കെയാണ്, പക്ഷേ ഞാൻ വിചാരിക്കുന്നു ആറ്റിങ്ങൽ വഴി പോവാന്ന്. ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ബസ്സിൽ കയറി നമ്മൾ തിരിച്ചു പോയത്. എൻ്റെ റൂട്ട് ആക്ച്വലി വേറെയാണ്. ഞാനിപ്പോൾ ചുറ്റിയിട്ടാണ് പോകുന്നത്. ആറ്റിങ്ങൽ പോയിട്ടാണ് പോകുന്നത്. അപ്പം കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ മറ്റേ ബസ്സിൽ പോയി ഒറ്റയ്ക്കായി പോകും. അപ്പോൾ എനിക്കിങ്ങനെ സംസാരിക്കത്തില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഈ ബസ്സിൽ പോകാമെന്ന്. ഇതിങ്ങനെ വെച്ചിട്ട് സംസാരിച്ചാലും കുഴപ്പമില്ലല്ലോ. ഗൈസ്, ഞാൻ മംഗലാപുരം എത്തി. അപ്പം ഞാൻ ആറ്റിങ്ങ പോകുന്നില്ല. ഇവിടെ എൻ്റെ അച്ഛൻ്റെ കടയുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഇറങ്ങും. സോ ബൈ ദേവി റോയ്. നാണമാണ് ഗൈസ്, പാവം. ഇതൊക്കെ ശീലമായിക്കോളും. അടുത്ത യൂട്യൂബറാണ് ദേവി റോയ്. ഓക്കെ ബൈ ഗൈസ്, നമുക്കിനി കടയിൽ ചെന്ന് കാണാം. സോ ഗൈസ്, ഞാൻ അച്ഛൻ്റെ കടയിലെത്തി. ഞാൻ 16 ഇറങ്ങിയിട്ട് തിരിച്ചങ്ങോട്ട് നടന്ന്. സത്യത്തിൽ ചെമ്പകമംഗലത്ത് ഇറങ്ങിയിട്ടാണ് ലെഫ്റ്റിലോട്ട് നടക്കാനുള്ള അച്ഛൻ്റെ കടയിലേക്ക്. GS ലെയ്ത്ത് വർക്ക്സ് ആൻഡ് ഹൈഡ്രോളിക്സ്. അപ്പം ഞാൻ ഒരു വലിയ മന്ദബുദ്ധിതരം കാണിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് നടന്ന്. അപ്പം പിന്നെ ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഒരു വലിയ കുഴി. അങ്ങനെ ഞാൻ പിന്നെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതല്ല, ഇതിപ്പോൾ ഇവിടെ മൊത്തത്തിൽ മാറി, ആറ്റിങ്ങൽ ഫുള്ളി മാറി. അപ്പോൾ ഞാൻ പിന്നെ അമ്മയെ വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് തിരിച്ച് നടന്ന് വഴിക്ക് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് അതൊക്കെ കുടിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ സത്യത്തിൽ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ വീട്ടിൽ പോവും. അതൊന്നും ഇനി വീഡിയോയിൽ കാണിക്കുന്നില്ല, ഭയങ്കര എക്സ്റ്റെൻഡ് ആയി പോവും. അതിനു വേണ്ടി ഈ വീഡിയോ ഒന്നും ഇല്ല. ഞാൻ ജസ്റ്റ് ട്രിവാൻഡ്രം പോകുന്ന ഒരു വീഡിയോ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ള ഒരു വീഡിയോ. ഇങ്ങനെ ഞാൻ എന്തെങ്കിലും കണ്ടൻറ്റ് ഇട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ സംസാരവും രീതിയൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പോൾ എനിക്ക് എത്ര നല്ല സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്നോ അത്രയും നല്ലത്. പക്ഷേ എന്നാലും സബ്സ്ക്രൈബ് ചെയ്യുന്നതും യൂട്യൂബിൽ ഫേമസ് ആവുന്നതും അതും ഒരു എയിമാണ്. അതൊരു എയിമാണോ എന്ന് ചോദിച്ചാൽ അതൊരു ഭാഗ്യമാണ്.
അത് ക്ലിക്കാവുന്നതൊക്കെ ഒരു ഭാഗ്യമാണ്. നമ്മുടെ രീതിയും കാര്യങ്ങളും ഒരു യുണീക്നെസ് അതിലുണ്ടെങ്കിലേ അതെന്തായാലും ക്ലിക്കാവുള്ളൂ. അത് ഞാനിതിപ്പം എൻ്റെ ഒരു രീതിയിൽ ഇതിപ്പോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കാണുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അവരുടെ ആ ഒരു രീതിയൊക്കെ നമ്മളെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. കുറേ എടുത്താലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്ന്. അപ്പം എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഒരുപാട് പാളിച്ചകൾ കാണും. പല ആൾക്കാരെയും നിങ്ങൾക്കിങ്ങനെ എമിറ്റേറ്റ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നും. അത് തോന്നലാണ്. ഞാൻ ഒരിക്കലും മനസ്സിൽ ഇയാളെ പോലെ വേണമെന്ന് ആലോചിച്ച് വെച്ചിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ്, എന്നിലൊരു യുണീക്നെസ് തോന്നുന്നുണ്ട്, ആ യുണീക്നെസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നെ തിരുത്തണം, എല്ലാം ചെയ്യണം. അപ്പോൾ എനിക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ തരണം. എല്ലാം ഞാൻ വായിക്കും, നോക്കും ഒക്കെ ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കണം, അത് മാത്രമല്ല ലക്ഷ്യമെന്ന് എനിക്കിപ്പം മനസ്സിലായി. കാരണം ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത്രയും മെമ്മറീസ് ഞാൻ എടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് ഒരു വീഡിയോ ആക്കി സൂക്ഷിക്കുമ്പോൾ പിന്നെ ഒരു ദിവസം ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞ് എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഇങ്ങനെയൊക്കെ നടന്നല്ലേ എന്നുള്ളൊരു സന്തോഷം കാണും. അപ്പോൾ അതും കൂടെ ഉദ്ദേശിച്ചാണ് ഇപ്പോൾ എനിക്ക് ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ വീഡിയോ എടുത്ത് എന്തായാലും പോസ്റ്റ് ചെയ്യണം എന്നാലോചിക്കുന്നത്, മനസ്സിലായോ? അപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ കൂടെ കാണുമെന്ന്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇതുവരെ എത്തിച്ചവർക്കും എന്നെ ഇൻസ്പയർ ചെയ്തവർക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇതേപോലത്തെ വീഡിയോസ് ആയിരിക്കും ആദ്യത്തെ 2-3 പ്രാവശ്യമൊക്കെ, എനിക്കറിയത്തില്ല. എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു കണ്ടൻറ്റ് വരാതെ എനിക്ക് ആ ഒരേ സെയിം കണ്ടൻറ്റ് സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ലേ ഒരു സാധനം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഇത് ചെയ്യാൻ ഇഷ്ടപ്പെട്ടു. ലൈക്ക് നമ്മളിപ്പം നമുക്ക് ചെയ്യാമെന്നുള്ള കോൺഫിഡൻസ്, പബ്ലിക്കലി ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്, സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെക്കൊണ്ട് പറ്റും. അപ്പോൾ അതെനിക്ക് ഇന്ന് മനസ്സിലായി. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ചമ്മലായിരുന്നെങ്കിലും പിന്നെ ഞാൻ ഓക്കെ ആയി. ഹെഡ്ഫോൺ വെച്ചിട്ടുള്ള സംഗതിയും കൂടെ കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ഓക്കെ ആയി. കാരണം ഇങ്ങനെ ചുണ്ടിൻ്റെ അടുത്ത് വെച്ച് സംസാരിക്കാമല്ലോ, ഇങ്ങനെ ചുമ്മാ ജൾബിളെന്ന് പറയണ്ട. എനിക്കിഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിന്യൂ ചെയ്യുമെന്ന്. നമുക്ക് ഫ്യൂച്ചറിലുള്ള ഒരു കാര്യവും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് എൻ്റെ കാര്യം. അതായത് ഞാനൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് പോകുന്ന ഒരു ടൈപ്പ് അല്ലായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ വേണമെന്ന് വിചാരിക്കും, ഏതെങ്കിലും ഒരു രീതിയിൽ അവിടെ എത്തും. ആ ഒരു രീതിയിലാണ് ഇത്രയും നാളെ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ദൈവനിശ്ചയം പോലെ നടക്കും. ഇതേപോലെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, അതെല്ലാം ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പൊന്നുമില്ല നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ പറ്റുമെന്ന്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി എന്നെ കേൾക്കണം, എന്നെ ലിസൺ ചെയ്യണം, എൻ്റെ വീഡിയോസ് കാണണം, ഇഷ്ടമുണ്ടെങ്കിൽ കാണണം. ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.